ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. IFSനെ കുറിച്ച് കൂടുതൽ പറയാനും IASനെ കുറിച്ച് കൂടുതൽ പറയാനൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു കമ്പാരിസണാണ് നടത്തുന്നത്. IFS ആണോ IAS ആണോ ബെസ്റ്റ് എന്നുള്ളൊരു കമ്പാരിസണാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് പറയുന്നതിന് പകരം രണ്ടിൻ്റെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. കമ്പയർ ചെയ്തിട്ട് അവസാനം നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നിയത് ഏതാണെന്നുള്ളത്. നിങ്ങൾ തീരുമാനിക്കുകയും ഇങ്ങോട്ട് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അവസാനം എനിക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഏതാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യുന്നതൊക്കെയാണ് നമ്മളെ വീഡിയോസ് വീണ്ടും ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ രണ്ടിൻ്റെയും പ്രത്യേകതകൾ എടുത്തിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതാണോ തോന്നുന്നത് അതായിരിക്കും നമുക്ക് ബെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു തുടക്കം മുതൽ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് രണ്ടിലേക്കും സെലക്ഷൻ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിലും സിവിൽ സർവീസ് എക്സാമിലൂടെ തന്നെ രണ്ട് പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടിനും ഒരേ എക്സാമാണ്, ഒരേ ഇൻ്റർവ്യൂ ആണ്, എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് എന്ത് ചെയ്യുന്നത് രണ്ടിനും വേണ്ടി സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് പോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. രണ്ടും പോസ്റ്റിംഗ് എങ്ങനെ വരുന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ IAS ആണെങ്കിൽ ധാരാളം പോസ്റ്റുകളുണ്ട്, അതിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇത് കൂടാതെ ധാരാളം പോസ്റ്റുകൾ ഉണ്ടാവാം. IAS കിട്ടുന്ന പോസ്റ്റുകൾ ഒന്നെങ്കിൽ അസിസ്റ്റൻറ്റ് കളക്ടറായിട്ടോ അല്ലെങ്കിൽ കളക്ടറായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടറിമാരായിട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളൊക്കെ ആയിട്ടായിരിക്കും പോസ്റ്റിംഗ് കിട്ടുക. എന്നാൽ IFS ആണെങ്കിൽ നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന ഡിപ്ലോമാറ്റ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ കോൺസുലേറ്റ് ജനറൽ ആയിട്ടോ അല്ലെങ്കിൽ UN പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫോറിൻ സെക്രട്ടറി ആയിട്ടോ ഇത്തരത്തിലുള്ള പോസ്റ്റിങ്ങുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും കിട്ടുന്നത് എന്നുള്ളതാണ് IFSൽ അറിഞ്ഞിരിക്കേണ്ടത്. മൂന്നാമതായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം വരുന്ന ഡൗട്ടാണ് ഫ്ലെക്സിബിലിറ്റിയാണ് ജോലിയുടെ. IASനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ ഫ്ലെക്സിബിളായി നിൽക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ IFS ആണ്. കാരണം ഒന്ന് യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായിരിക്കും എപ്പോഴും IFS നന്നായിട്ട് യോജിക്കുക എന്നുള്ളതാണ്. കാരണം ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. എപ്പോഴും വ്യത്യസ്ത രാജ്യങ്ങൾ കടന്ന് ധാരാളമായിട്ട് യാത്രകൾ ചെയ്യുകയും വ്യത്യസ്ത രാജ്യങ്ങളിൽ പോസ്റ്റുകൾ കിട്ടുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് IFS എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് IAS ആണെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന ഡിസ്ട്രിക്റ്റിലാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുള്ളതാണ്. ആ ഡിസ്ട്രിക്റ്റിൻ്റെ കിട്ടുന്ന ആ ഒരു ജില്ലയുടെ ഉള്ളിലുള്ള യാത്രകൾ എന്തായിരിക്കും വേണ്ടി വരും. ജില്ലയുടെ ഗ്രാമങ്ങളിലേക്കും മറ്റുള്ള നഗരങ്ങളിലേക്കുള്ള യാത്രകൾ നിരന്തരമായ യാത്രകൾ ആവശ്യമായിരിക്കും IASന്. എന്നാൽ IFS ആണെങ്കിൽ വ്യത്യസ്തമായ രാജ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും, നന്നായിട്ട് നമ്മൾ യാത്രകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മാത്രമായിരിക്കും IFS നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുക. ചില സമയത്ത് ചിലപ്പോൾ പ്രശ്നങ്ങളുള്ള രാജ്യങ്ങൾ വരെ നമുക്ക് പോസ്റ്റിംഗ് കിട്ടാം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാവും ചിലപ്പോൾ പോസ്റ്റിംഗ് കിട്ടുന്നത്. കലാപങ്ങൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കലാപങ്ങൾ ഉണ്ടാകുന്ന ചില ആഫ്രിക്കയിലെ രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പോസ്റ്റിംഗ് കിട്ടാം. അപ്പോൾ ഏത് പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പോകാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് IFSന് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്ന സംശയമാണ് എന്തുകൊണ്ടാണ് IASനേക്കാളും IFSനേക്കാളും IAS കൂടുതൽ വരുന്നത് എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ എന്തുകൊണ്ട് IAS പ്രിഫർ ചെയ്യുന്ന ഒരു സംശയം വരാറുണ്ട്. കാരണം IASനാണ് കൂടുതൽ പോസ്റ്റിംഗ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഉത്തരം. കാരണം IFSനെ അപേക്ഷിച്ച് നോക്കുമ്പം ഓരോ വർഷം IASൽ ഉണ്ടാകുന്ന വേക്കൻസി കൂടുതലാണ്. അപ്പോൾ വേക്കൻസി കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും IASലേക്ക് റിക്രൂട്ട് ചെയ്യുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ചോദിക്കുന്ന ഡൗട്ട് ഉണ്ടാവുന്നതാണ് ഏതാണ് കൂടുതൽ പവർഫുൾ എന്നുള്ളതാണ്. അപ്പോൾ പവർഫുൾ നോക്കുമ്പം രണ്ടു പേരും അവരുടെ സ്ഫിയറിൽ പവർഫുൾ ആണെന്നുള്ളതാണ്. IFS ആവുമ്പം അദ്ദേഹം ആ ഒരു ഏത് പോസ്റ്റിലാണോ ഇരിക്കുന്നത് ആ പോസ്റ്റിലുള്ള എല്ലാവിധ അധികാരങ്ങളും അവിടെയുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതേസമയത്ത് IAS ആവുമ്പം ആ നിൽക്കുന്ന ജില്ലയിൽ അദ്ദേഹത്തിന് പവർഫുൾ ആണ് എന്നുള്ളതാണ്. പക്ഷേ IFS ഈ ജില്ലയിൽ വന്ന് നോക്കുമ്പോൾ IFSന് പവർ ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് IAS പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ പെടാത്ത ഒരു IFSൻ്റെ ഏരിയയിൽ പെടുന്ന മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇതിന് പവർഫുൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് ഏരിയയിലാണോ അവർ ജോലി ചെയ്യുന്നത് ആ ഏരിയയിൽ രണ്ടുപേരും പവർഫുൾ ആണെന്നുള്ളതാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അഥവാ രണ്ടുപേരും ഒന്ന് മുകളിലോ ഒന്ന് താഴെ കിടക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ജില്ലയിൽ അധികം പ്രാധാന്യമായിരിക്കും. അതാനായിട്ട് ഇപ്പം ഏത് ചീഫ് മിനിസ്റ്റർക്കാണ് ഏറ്റവും പവർഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം സംസ്ഥാനത്തുള്ള ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ആ സംസ്ഥാനത്ത് പവർഫുൾ എന്നുള്ളത് പോലെ തന്നെയാണ് IFSും IASൻ്റെയും പവർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തൊരു ചോദ്യം ലൈഫ് സ്റ്റൈലാണ്. IASൻ്റെതാണ് അദ്ദേഹത്തിന് നല്ല ലക്ഷറീസ് ബംഗ്ലാവ് ഉണ്ടാവും, അതുപോലെ തന്നെ ധാരാളം ഫ്രീ അക്കോമഡേഷനും അതുപോലെ തന്നെ സ്റ്റാഫ്സ് ഡ്രൈവർ അതുപോലെ തന്നെ ഫാമിലിക്ക് ഉള്ള എല്ലാ സപ്പോർട്ടുകളും ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഹെൽത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഫാമിലിക്കും എന്ത് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു ജീവിതം സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് IASന് കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് IFSനാണെങ്കിലും ഇതേ സൗകര്യങ്ങൾ നല്ലൊരു ബംഗ്ലാവും അതുപോലെ തന്നെ സ്റ്റാഫ്സും അക്കോമഡേഷനും ഫാമിലിക്കുള്ള ഹെൽത്തും എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട അലവൻസും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് IFSനും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടു പേർക്കും
ലൈഫ് സ്റ്റൈൽ രണ്ടുപേരുടെയും അടിപൊളി തന്നെയാണ്. അടുത്തായിട്ട് സാലറിയാണ് നമുക്ക് സംശയം വരിക. ആർക്കാണ് കൂടുതൽ സാലറി എന്നുള്ളതാണ്. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ IASനുള്ള സാലറി സ്കെയിൽ തുടങ്ങുന്നത് 56,000 മുതലാണ്. അതേ സ്കെയിൽ തന്നെയാണ് IFSനുള്ളത്. പക്ഷേ അലവൻസ് നോക്കുമ്പോൾ IASനേക്കാളും കൂടുതൽ അലവൻസ് കിട്ടുന്നത് IFSനാണെന്നുള്ളതാണ്. അപ്പോൾ അലവൻസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സാലറി വ്യത്യാസം എന്തുന്നുണ്ട്, IASനേക്കാൾ IFSന് കാണാൻ പറ്റുന്നതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് സാലറിയുടെ കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു സംശയമാണ്, ഏതിനാണ് ഡിപ്ലോമാറ്റിക് വിസ കിട്ടുന്നത് എന്നുള്ളതാണ്. IASന് ഡിപ്ലോമാറ്റിക് വിസ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വരുന്ന സംശയം. അപ്പോൾ ഡിപ്ലോമാറ്റിക് വിസ കിട്ടുന്നത് IASന് ഒരിക്കലും ഡിപ്ലോമാറ്റിക് വിസ കിട്ടില്ല എന്നുള്ളതാണ്. അത് IFSന് കിട്ടുന്നത്. കാരണം ഫോറിൻ രാജ്യങ്ങളായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്ലോമാറ്റിക്കിന് കിട്ടുന്ന എല്ലാ ഇമ്മ്യൂണിറ്റിയോടും കൂടിയുള്ള യാത്രകൾ അദ്ദേഹത്തിന് ആവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് വിസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നിരന്തരമായിട്ട് വിദേശ യാത്രകൾ ആവശ്യമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ വിദേശത്തോട്ട് പോസ്റ്റിംഗ് കിട്ടുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുന്നു, IASന് എന്തെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോസ്റ്റിംഗ് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, IASന് ഡിപ്ലോമാറ്റിക് വിസ കിട്ടുക. അല്ലാത്ത സ്ഥിരമായിട്ട് ഡിപ്ലോമാറ്റിക് വിസ കിട്ടുന്നത് IFSനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തായിട്ട് നമ്മൾ പിന്നിലേക്ക് വരുന്നത് അടുത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആർക്കാണ് കൂടുതലായിട്ട് രാജ്യത്തെ സേവനം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. രണ്ടുപേരും രാജ്യത്തെ സേവനം ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് സേവനം ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സേവനം ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടുപേരും ചെയ്യുന്ന ഏരിയ ഡിഫറൻ്റ് ആണെന്നുള്ളതാണ്. ഒരാൾ സേവനം ചെയ്യുന്നത് IAS ആണെങ്കിൽ സേവനം ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജില്ലയിലെ ഉള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകിക്കൊണ്ടുള്ള സേവനമാണ് IASകാർ ചെയ്യുന്നത്. അതേസമയത്ത് IFSകാരാണെങ്കിൽ ജനങ്ങളുമായിട്ട് നേരിട്ടല്ല മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ പോയിട്ട് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, രാജ്യത്തെ സേവനം ചെയ്യാണ്. രാജ്യത്തിൻ്റെ വിദേശ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും രാജ്യത്തിൻ്റെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒക്കെ ശക്തിപ്പെടുത്താനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി രാജ്യത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് രാജ്യത്തെ സേവനം ചെയ്യുന്നവരാണ് പ്രധാനമായിട്ടും. കൂടുതൽ സമയത്തും പുറത്തു നിന്നുകൊണ്ട് രാജ്യത്തെ സേവനം ചെയ്യുന്നവരാണ് IFS. അതേസമയത്ത് IAS ആണെങ്കിൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആ ജില്ലയിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് യാത്ര ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്ന രാജ്യത്തെ സേവനം ചെയ്യുന്നവരാണ് IAS എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് IASും IFS തമ്മിൽ നമുക്ക് വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നുന്നത് ഏതാണെന്നുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൽ ഏത് ജോലി, ഏത് രീതിയിലുള്ള ജോലിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരാൾക്ക് യാത്ര ചെയ്തുകൊണ്ട് വിദേശ യാത്രകൾ ചെയ്തുകൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളും വ്യത്യസ്ത ആളുകളെയും കണ്ടുകൊണ്ട് യാത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നന്നായിട്ടുള്ള ഒരാളുമാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ഫ്ലെക്സിബിലിറ്റി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ IFS തിരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, രാജ്യത്തിൻ്റെ പുറത്ത് പോസ്റ്റിംഗ് കിട്ടിക്കൊണ്ട് രാജ്യത്തെ സേവനം ചെയ്യുക. അതേസമയത്ത് ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകാനും നേരിട്ട് സേവനം ചെയ്യാനും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാനും താല്പര്യമുള്ള, കൂടുതൽ യാത്രകൾ ഇഷ്ടപ്പെടാത്ത, രാജ്യത്തിനുള്ളിൽ തന്നെ ജീവിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാൾ ആണെങ്കിൽ അദ്ദേഹത്തിന് എളുപ്പം ഏറ്റവും സ്യൂട്ടബിൾ ആവുക IAS ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റായി തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനാണെങ്കിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏറ്റവും യാത്രകളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാജ്യത്തെ ഉള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് ഇറങ്ങിക്കൊണ്ട് സേവനം ചെയ്യാനായതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത് IAS ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഏതായിരിക്കും സെലക്ട് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.